നമസ്കാരം. ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജപാലക്കാരനാണ്. ദയവായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണണം. കാരണം ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ അല്ല. ആരുമില്ലാത്തവരായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഉൾക്കാടുകളിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വണ്ടിയിലെല്ലാം കുറേ സാധനങ്ങളാണ് കേട്ടോ. ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കിറ്റുകളാണ്. ഈ കിറ്റുകളിൽ അരിയുണ്ട്, ഏകദേശം മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. സാനിറ്ററി നാപ്കിനുണ്ട്, കുട്ടികൾക്കുള്ള ഹോർലിക്സ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സന്തോഷം എന്തെന്നറിയാത്ത, അതായത് പീരീഡ് സമയത്ത് നാപ്കിൻ ഉപയോഗിക്കാനോ, നാപ്കിൻ എന്ന് പറയുന്ന സാധനം സാനിറ്ററി നാപ്കിൻ കാണാതെ ഇപ്പോഴും ഉൾക്കാടുകളിൽ ചാരം ഉപയോഗിച്ച് ഈ പറയുന്ന പീരീഡ്സ് കാലത്തെ വരവേൽക്കുന്ന ഒരുപാട് ആദിവാസി സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ ട്രൂ ടി വിയുടെ ആക്ടിവിറ്റി സത്കർമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, പലകാരം ഇപ്പോൾ കാണാറില്ല, പഴയപോലെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഞാനുണ്ട്, വീഡിയോസ് ഒന്നും ചെയ്യാറില്ലെങ്കിൽ പോലും പല ആക്ടിവിറ്റിയുമായിട്ട് നമ്മൾ ഒരുപാട് തിരക്കിലാണ്. ഓൾ ഓവർ ഇന്ത്യയുള്ള കാടുകളിൽ അവർക്കുള്ള സാധനങ്ങൾ കൊടുക്കുവാനുള്ള തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയാണോ, ചാരി നിന്ന് വെറുതെ ഈറ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണോ? ഒന്നുമല്ല. ട്രൂ ടി വിയെ സംബന്ധിച്ചോളം ട്രൂ ടി വി ആരിൽ നിന്നും പൈസ സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ ഒരു പണവും വേണ്ട. ഇവർക്ക് നിങ്ങളുടെ പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരി വാങ്ങിത്തരാം, അല്ലെങ്കിൽ കുറച്ച് സാനിറ്ററി നാപ്കിൻ വാങ്ങിത്തരാം, അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിത്തരാം. കുട്ടികൾക്കുള്ള പുതിയ ഡ്രസ്സുകൾ വാങ്ങിത്തരണം. ഞാൻ പുതിയതെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് പഴയ ഡ്രസ്സുകൾ പലരൊന്നും വാങ്ങിക്കൊടുക്കാറില്ല. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ അവരും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇപ്പോഴും പല കാടുകളിലും ചെന്നാലറിയാം, ഉൾക്കാടുകളിൽ ചെന്നാലറിയാം, ഇപ്പോൾ ഏത് സർക്കാർ മാറി വന്നാലും അവരെ ഊറ്റി ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ. കാരണം അവരുടേതാണ് ഈ നാടും കാടും എല്ലാം അവരുടേതാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം മാത്രമാണ് നമുക്കുള്ളത്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു യാചനയുമായിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ, നിങ്ങളെക്കൊണ്ട് സഹകരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. കുറച്ച് അരിയാണ് എനിക്ക് വേണ്ടത്, കുറച്ച് സാനിറ്ററി നാപ്കിനാണ് വേണ്ടത്, കുറച്ച് ഹോർലിക്സ് കുപ്പികളാണ്, കാലിയായ ഹോർലിക്സ് കുപ്പിയല്ല, ഹോർലിക്സ് കുപ്പികളാണ് വേണ്ടത്, കുട്ടികൾക്കുള്ള പ്രോട്ടീൻസാണ് വേണ്ടത്. ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ്, ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ കാലുപിടിക്കാൻ വന്നത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കിറ്റെന്ന് പറഞ്ഞാൽ ഒരു 1200 രൂപയുടെ കിറ്റാണുള്ളത്. ഈ ഒരു കിറ്റിനകത്ത് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സോപ്പ് വരുന്നുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, മൈദയല്ല ഗോതമ്പ് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, അവർക്കുള്ള അരി നിങ്ങൾ മേടിച്ച് തരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഒരു മറ്റേ അരി കഴിക്കത്തില്ല, വെളുത്ത അരി, അതുപോലെ തന്നെ പഞ്ചസാര, ശർക്കര, അവില്, അതുപോലെ തന്നെ ഇത് സാമ്പാർ പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ആവതുള്ളവരാണെങ്കിൽ ഇതുപോലൊരു കിറ്റ് എത്തിച്ചു തരാൻ നോക്കുക. കാരണം ഒരുപാട് കുടികൾ പട്ടിണിയാണ്. ഈ പട്ടിണിയുടെ അവസ്ഥ നമുക്ക് മാറ്റണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം അത്രയും നന്മയുള്ളവരാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവർ കാട്ടിൽ നിന്ന് എടുക്കുന്ന തേനിനേക്കാളും ഒക്കെ മധുരമാണ് ഇവരുടെയൊക്കെ ഒരു മനസ്സിനെന്ന് പറയുന്നത്. ഈ ഇവിടുത്തെ കുട്ടികളെക്കാൾ ഇവരായിട്ട് ഈ വയസ്സറിയിച്ച ഓരോ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ശരിക്ക് ഈ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് ഇവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പറയുന്ന പീരീഡ്സ് സമയത്തൊക്കെ പല ഉൾക്കാടുകളിലൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ ചാരം പൊതിഞ്ഞിട്ട് ഈ പീരീഡ്സ് ടൈമിൽ വരവേൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചീത്ത തുണി, അഴുക്ക് തുണി ആയിട്ട് ഈ പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂസ് പേപ്പറുകളൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇങ്കൊക്കെ ഇങ്ങനെ ഇവരുടെ പ്രൈവറ്റ് ഏരിയയിലേക്ക് വന്ന് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങളാണ്. നമ്മൾ നേരിൽ കാണാത്ത ഒന്നും സത്യമല്ലെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. കാരണം ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നമുക്ക് പോയി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിലൊരു വലിയൊരു വിഷമിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഞാൻ വീണ്ടും പറയാം, ഇതൊരിക്കലും നമ്മളൊരു ചാരിറ്റി ആയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ചാരിറ്റി ഒന്നുമല്ല ഇത്. നമ്മൾ ഈ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു കടമ, അതിൻ്റെ അകത്തൊരു ചാരിറ്റി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ഒറ്റയ്ക്ക് പോകല്ല, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, സമയമുള്ളവർക്ക് നമ്മുടെ കൂടെ വരാം, ഈ ഒരു നന്മയുടെ ഭാഗമാകാം. കാരണം നമ്മളാരും നല്ലവരൊന്നുമല്ലെന്നേ. നിങ്ങളും നല്ലവരല്ല, ഞാനും നമ്മളാരും നല്ലവരല്ല. പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തിട്ട് പോകണം, നമുക്കൊരു ഒപ്പെങ്കിലും ഇട്ടിട്ട് പോകണം. നമ്മളെയൊക്കെ ഇവർ ഒരു തവണ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ നമ്മളെ ഇവർ കാത്തിരിക്കും. അവിടുത്തെ കുട്ടികളൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്തോട്ട് എടുത്ത് കയറും.
അതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ സ്വന്തം മക്കളെ പോലെ നമുക്ക് ട്രൂ ടി വിക്ക് നമുക്ക് ഈ കുട്ടികളെയും കൊണ്ട് ടൂറ് കൊണ്ടുപോകാൻ പറ്റി, ഇവരെയും കൊണ്ട് ഈ പറയുന്ന വീഗാലാൻഡ് കൊണ്ടുപോയി കാണിക്കാൻ പറ്റി, അതുപോലെ തന്നെ മെട്രോയിൽ കയറ്റി. അവരാദ്യമായിട്ടാക്കിയ മസാല ദോശ കഴിക്കുന്നത്, അവരുടെ കാട് വിട്ട് അവർ പുറത്ത് പോകണത് ആദ്യം, ഐസ്ക്രീം കഴിക്കുന്നത് ആദ്യം. കാരണം അതൊക്കെ പറഞ്ഞ് വിശ്വസിക്കില്ല, അവർക്ക് അത്രയും സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവർ പറയുന്ന ഒരു ആഗ്രഹമുണ്ട് വിമാനത്തിൽ കയറണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ കൊണ്ടുപോകാം, ഒരു ദിവസം നമുക്ക് വിമാനത്തിൽ കയറ്റാം, നിങ്ങളെ ബാംഗ്ലൂർ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പിള്ളേരും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്രയോ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും നമ്മുടെ മക്കളൊക്കെ എന്ന് പറയുന്നത്. കാരണം അവർക്കൊന്നും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ ചില വീടുകളിൽ ഈ ഫോറസ്റ്റുകാർ കൊടുക്കുന്ന അരിയുണ്ട്, ഈ അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് കൊണ്ടുവന്ന അരി വേവത്തില്ല. എത്രയോ നേരം അവിടെ ഗ്യാസൊന്നും ഇല്ലല്ലോ, ഇതിങ്ങനെ ഇട്ട് കുറേ നേരം വിടും, എന്നിട്ട് ഒരു ഉപ്പുകല്ല് കുഴച്ചിട്ട് കഴിക്കും. അവർക്ക് അരി കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെയുള്ള പയറുണ്ടാവും, ചിലപ്പോൾ വേവുന്ന പയറൊന്നും ആവില്ല. അപ്പോൾ നമുക്കിത് കാണുമ്പം വല്ലാത്ത വിഷമം തന്നെയാണ്. നമുക്കും മക്കളുള്ളവരാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു ചാരിറ്റി ആയിട്ട് പറയുന്നില്ല. നമുക്കെല്ലാം ചേർന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് യാചിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എത്തിച്ചു തരിക. ഞാൻ ഉറപ്പായിട്ടും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കഴിയുന്നവർ എത്തിച്ചു തരിക. ദയവായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഒരു നന്മയുടെ വശം കാണണം, നിങ്ങളിത് നെഗറ്റീവ് പറയരുത്. ചെയ്യുന്നവർ ചെയ്യട്ടെന്നേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളെ കൊണ്ടെങ്കിലും പറ്റുമായിരിക്കും ഒരു ചാക്ക് അരി വാങ്ങിത്തരാൻ. അപ്പം നിങ്ങൾ വാങ്ങിത്തരുമ്പോൾ വെള്ള അരി വാങ്ങണം, മറ്റേ അരി അവർ കഴിക്കില്ല. നമ്മുടെ സ്വന്തം മക്കളെ പോലെ ഈ കുഞ്ഞിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റും? നമ്മൾ വയറ് നിറച്ച് ചിക്കൻ ബിരിയാണിയും മട്ടനും ഒക്കെ അടിച്ച് കയറ്റി കിടക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ ജന്മങ്ങളുണ്ട്. ഇവരാണ് ശരിക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഈ നാട് ഇവരുടെ സ്വന്തമാണ്, ഈ കാട് ഇവരുടെ സ്വന്തമാണ്. ഈ കാട്ടിലേക്ക് കയറി ചന്ദ്രവും വെട്ടി മൃഗങ്ങളെയും പിടിച്ച് ആനയും പിടിച്ച് ഇവരെ ആക്രമിച്ചതൊക്കെ നമ്മളാണ്. ശരിക്കുള്ള മനുഷ്യർ ആദിവാസികളാണ്. ഇവരാണ് ശരിക്ക് ഇതിൻ്റെയൊക്കെ ഉടമകളെന്ന് പറയുന്നത്. നമുക്കിവരെ റെസ്പെക്റ്റ് ചെയ്യണം, ഇവർക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. സാനിറ്ററി നാപ്കിൻസ് കൊടുക്കണം, ഭക്ഷണങ്ങൾ കൊടുക്കണം, ഇന്നർ വെയേഴ്സ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പം എല്ലാവരും ഇതിൻ്റെ കൂടെ ഭാഗമാവുക. ഈ ഒരു നന്മ എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടെ ചേരാം. വിളിക്കാം. നമ്മൾ യാത്ര പോകുന്ന ഒരു പ്ലാൻ ചെയ്തുള്ള യാത്രയൊന്നും അല്ല കേട്ടോ. നമുക്ക് സാഹചര്യം പോലെ അവരെയൊക്കെ അറിയിക്കുമ്പോൾ നമ്മൾ പോകും, കുഞ്ഞുങ്ങളെ കാണും, ഇവർക്കുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പം നിങ്ങൾ കൂടെ കൂടണം ട്രൂ ടി വിയുടെ. ഒരിക്കലും ഞാൻ വീണ്ടും പറയാണ്, ഇത് ചാരിറ്റി അല്ല, ഇതൊരു മനുഷ്യത്വമാണ്, നമ്മുടെ കടമയാണ്. നമുക്കിങ്ങനെ ചോദിച്ചു പോകാമെന്നേ, കാടും മേടും താണ്ടി. നന്ദി, സ്നേഹം, സൂരജ് പാലക്കാരൻ.